നിങ്ങളുടെ വാഹനത്തിലെ ഗിയർ ലിവർ ഇതുപോലെ ഫ്രീ ആകുകയാണെങ്കിൽ നിങ്ങൾ കരുതുക നിങ്ങളുടെ ഗിയർ കേബിൾ പൊട്ടി. ഇതുപോലൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ഓരോ 15,000 കിലോമീറ്ററിലും ഗിയർ കേബിൾ ചേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അഥവാ നിങ്ങളുടെ വാഹനത്തിലെ ഗിയർ കേബിൾ പൊട്ടി വാഹനം വഴിയിലാകുകയാണെങ്കിൽ എങ്ങനെ സ്വന്തമായി ഗിയർ കേബിൾ കെട്ടാം, അതല്ലെങ്കിൽ എങ്ങനെ വർക്ക്ഷോപ്പ് വരെ എത്തിക്കാം. ഗിയർ കേബിൾ പൊട്ടുന്ന സാഹചര്യത്തിൽ നമ്മുടെ വാഹനത്തിന്റെ ഗിയർ പൊസിഷൻ ഫസ്റ്റിലോ തേർഡിലോ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മുടെ വാഹനം സെക്കൻഡ് ഗിയർ ആക്കി ഏറ്റവും അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എത്തിക്കുന്നതാണ് നല്ലത്. അതല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായി ഗിയർ കേബിൾ കെട്ടാനും സാധിക്കും. ഫസ്റ്റ് നമുക്ക് പൊട്ടിയ കേബിൾ ഒഴിവാക്കാം. അതിനുശേഷം വീഡിയോ കാണുന്ന പോലെ പുതിയ കേബിൾ നമുക്ക് കൊരുത്തുവിടാം. ഇപ്പോൾ നമ്മൾ കൊരുത്തുവിടുന്നത് ഫസ്റ്റിൻ്റെ കേബിളാണ്. അതായത് ടോപ്പ് ഗിയറിൽ കിടക്കുന്ന ഗിയറിനെ ഫസ്റ്റിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത് ഈ കേബിളാണ്. അടുത്ത നമുക്ക് സെക്കൻഡ് കേബിൾ കൊരുത്തുവിടാം. ഇതിനെ സെക്കൻഡ് കേബിൾ എന്നാണ് പറയുന്നത്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഈ ഗിയറെല്ലാം വലിച്ചിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കേബിൾ ഇതാണ്. ഹാൻഡിലിനടിയിലായി ഇതുപോലെ 2 അഡ്ജസ്റ്റർ കാണും. ഇത് നമുക്ക് ഗിയർ കേബിളിൻ്റെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഗിയർ കേബിൾ കെട്ടുന്ന മുമ്പ് നമ്മുടെ ഗിയർ ഫസ്റ്റിലാക്കുക. അതിനുശേഷം സെക്കൻഡിൻ്റെ കേബിൾ നമ്മളെടുത്ത് നല്ലോണം വലിച്ച് ഈ സെലക്ടറിൽ ഈ ഗിയർ കേബിൾ കെട്ടാനായി ചുറ്റി വയ്ക്കാനായി ഒരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിൽ കറക്റ്റ് വീഴണം. 2 ഗ്രൂവ് വരുന്നുണ്ട് 2 കേബിൾ കെട്ടാനായിട്ട്. ഫസ്റ്റ് ഏത് കേബിളാണോ കിട്ടുന്നത് അത് അടിയിലത്തെ ഗ്രൂവിലിട്ട് കിട്ടുക. ഗിയർ കേബിൾ കെട്ടുന്നതിന് മുമ്പ് ബാറ്ററി വയർ ഇളക്കി വിടുന്നത് നല്ലതായിരിക്കും. കാര്യം സ്റ്റാർട്ടറിനടുത്തായിട്ടാണ് നമ്മുടെ ഈ ഗിയർ കേബിൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ഗിയർ കേബിൾ സ്റ്റാർട്ടറിൻ്റെ പോസിറ്റീവ് വയറിൽ തട്ടിക്കഴിഞ്ഞാൽ ഷോർട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല പണിയായിരിക്കും. അതുകൊണ്ട് ബാറ്ററി വയർ ഊരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.